നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UDF സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരും മുൻപേ കൊച്ചി നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിനുള്ളിൽ പോസ്റ്റർ യുദ്ധം മുറുകുകയാണ്. പാർട്ടിക്കുള്ളിലെ വടംവലി തെരുവിലേക്ക് പടരുന്ന കാഴ്ചയാണ് കൊച്ചിയിൽ കാണുന്നത്. ഹൈക്കമാൻഡ് തീരുമാനം വരുന്നതിന് മുൻപേ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ച് ദീപ്തി മേരി വർഗീസ് പോസ്റ്ററുകൾ ഇറക്കിയതോടുകൂടിയാണ് പോര് പരസ്യമായത്. ഇനി കൊച്ചിയിൽ സർവം ദീപം എന്ന വാചകവുമായി ദീപ്തിയുടെ ചിത്രമുള്ള പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുകയും പ്രിന്റിംഗ് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി എന്ന പോസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ദീപ്തിയുടെ നീക്കത്തിന് മറുപടിയുമായി DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അനുകൂലിക്കുന്നവരും രംഗത്തെത്തി. ഷിയാസിനെ വിജയിപ്പിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്ററുകൾ തയ്യാറാക്കി കഴിഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ ഉടൻ തന്നെ ഇവ മണ്ഡലത്തിൽ പതിക്കാനാണ് നീക്കം. മുഹമ്മദ് ഷിയാസിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശക്തമായി നിലകൊള്ളുമ്പോഴാണ് ദീപ്തി മേരി വർഗീസ് അപ്രതീക്ഷിത നീക്കം നടത്തിയത്. തുടർന്ന് ദീപ്തി മേരിയുടെ ഈ ഒരു നീക്കത്തിന് പിന്നാലെ തന്നെ ബിഗ് ടിവിയിൽ ദീപ്തി മേരി NDAയിലേക്ക് എന്നൊരു വാർത്ത വന്നിരുന്നു. ഇതിന് നിശിതമായി തന്നെയുള്ള വിമർശനമാണ് ദീപ്തി റിപ്പോർട്ടറിനെ നേരിട്ട് കണ്ട് ബിഗ് ടിവിയിലെ റിപ്പോർട്ടറിനെ നേരിട്ട് കണ്ട് വിമർശിച്ചിരിക്കുന്നത്. സമാനമായ രീതിയിലുള്ള വാർത്തകൾ ഒരു തരത്തിലും കൊടുക്കാൻ പാടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം, ചോദിച്ച് വിശദീകരിക്കാമല്ലോ. നിങ്ങൾക്ക് പൊടിപ്പും തുകലും വെച്ച് പലതും പടച്ചുവിടാനാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്തിനാണ് ഞങ്ങൾ ഇരിക്കുന്നത് അടക്കമുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉയർത്തിയിരുന്നു. ശരിയാണ്, ഇത്തരത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും നിശിതമായി തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത്. ജില്ലയിലെ തൃപ്പൂണിത്തുറ, പെരുമ്പാവൂർ, വേപ്പിൻ സീറ്റുകളിലും സ്ഥാനാർത്ഥി നിർണയം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എറണാകുളത്തെ ഏകയൂപ്പ് കോട്ടയിൽ ആധിപത്യം ഉറപ്പിക്കാൻ സതീശൻ പക്ഷം ശ്രമിക്കുന്നതാണ് ഈ പ്രധാന കാരണമെന്ന് ഒരു ഭാഗം പറയുന്നു. കൊച്ചിയിൽ വൈകുന്നേരം മുഹമ്മദ് ഷിയാസ് റോഡ് ഷോ അടക്കമുള്ളവ നടത്തിയിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോഴേക്കും പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരം വ്യാജ വാർത്തകൾ ഇറക്കും. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അതങ്ങനെ പാടി നടക്കുന്ന പതിവ് പരിപാടി ഇനി നടക്കില്ല. പറയാനുള്ളത് വാർത്താ റിപ്പോർട്ടർ ചെയ്തവരോട് തന്നെ നേരിട്ട് പറഞ്ഞ് തിരുത്തിച്ചിട്ടുണ്ട്. വായിൽ നിന്നും വാർത്തയുണ്ടാകുമ്പോൾ അല്പമെങ്കിലും മര്യാദ കാണിക്കുന്നത് നല്ലതാണ്. പുതുതായി തുടങ്ങിയ ചാനലിന് റേറ്റിംഗ് ഇല്ലാത്തതിനാൽ ഇത്തരം നാലാംകിട പണിയല്ല കാണിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപ്തി മേരി വർഗീസ് ഇന്ന് നിശിതമായി തന്നെ എതിർത്തിരിക്കുന്നത്. ബിഗ് ടിവിയുടെ സ്ക്രീൻഷോട്ട് അടക്കമുള്ളവ പങ്കുവെക്കുകയും പിന്നീട് രണ്ടാമത്തെ പോസ്റ്റിൽ ഈ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറോട് തന്നെ അത് പറയുന്ന സാഹചര്യമുണ്ട്. ഈ റിപ്പോർട്ടർ കയ്യിൽ ബിഗ് ടിവിയുടെ മൈക്ക് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകർ പല മാധ്യമ പ്രവർത്തകരോടും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പല വ്യാജ വാർത്തകളും തല പൊങ്ങാതെ തന്നെ മുളയിലേ അങ്ങ് നശിച്ചു പൊക്കോളും എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത്.